അമേരിക്കയെ കവച്ചുവെക്കുന്ന കേരള സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ വിശേഷങ്ങൾ. സർക്കാർ മെഡിക്കൽ കോളേജിൽ കൂട്ടിരിക്കാനെത്തുന്നവർ രോഗിയെ ശുശ്രൂഷിച്ചാൽ മാത്രം പോരാ, വീൽചെയറും ട്രോളിയും തള്ളാനും പഠിക്കണം. അറ്റൻഡർമാരോ ട്രോളി പുള്ളർമാരോ സഹായത്തിനെത്തുമെന്ന് പ്രതീക്ഷിച്ചാൽ തെറ്റി. അത് അവരുടെ പണിയല്ലെന്നാണ് വാദം. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സ വൈകിയെന്ന് പരാതിപ്പെട്ടതിന് പിന്നാലെ മരിച്ച വേണുവിൻ്റെ ഭാര്യ സിന്ധുവിൻ്റെ പരാതിയും ഇതായിരുന്നു. ഭർത്താവിൻ്റെ വീൽചെയർ തള്ളാൻ സഹായം തേടിയപ്പോൾ ഇത് ഞങ്ങളുടെ പണിയല്ലെന്ന് പറഞ്ഞ് അറ്റൻഡർമാർ ഒഴിഞ്ഞു മാറി. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ഇത്തരത്തിൽ വഴിമുട്ടി നിൽക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇതിനായുള്ള ജീവനക്കാർ മറ്റു പല ജോലികളുടെയും തിരക്കിലാണ്. നമ്മൾക്ക് ഓർമ്മയുണ്ടാവും, മേയറൂട്ടി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലാ CPM സെക്രട്ടറിക്ക് അയച്ച കത്ത്. നമ്മുടെ പിള്ളേർ പണിയില്ലാത്ത നമ്മുടെ വർഗ സംഘടനകളിലെ പിള്ളേർ വല്ലതും ഉണ്ടോ? ആശുപത്രി വികസന സമിതിയിൽ കുറേ ജോലി ഒഴിവുണ്ട്, 500 വേക്കൻസി ഉണ്ട്, തിരികെ കയറ്റാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത്. ഇഷ്ടം പോലെ സ്വന്തം ആൾക്കാരെ ഇവർ തിരികെ കയറ്റുന്നുണ്ട്. ഇവരുടെ സഹാക്കൾ തന്നെയാണ് അവിടെ ഭരണം നടത്തുന്നത്. പക്ഷേ നിരാലംബരായ നിസ്സഹായരായ രോഗികൾ കൂട്ടിരിപ്പുകാർ ചെയ്യണം ഈ പണി. ഇവന്മാരുടെ പണിയും അവരെടുക്കണം. പക്ഷേ ഇപ്പോൾ രാജാവ് അസൂയപ്പെടുകയാണ്. സമ്പന്നർ പോലും സർക്കാർ മെഡിക്കൽ കോളേജിൽ ക്യൂ നിൽക്കുകയാണ്. ഓടിക്കാറിൽ വന്ന് ഇറങ്ങി ചികിത്സിക്കുന്നു. അത്ഭുതാവഹമാണ്. ഇത് ലോകാത്ഭുതമെന്നാണ് അദ്ദേഹം തള്ളിമറിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഇതാണ് യാഥാർത്ഥ്യം.